ഈ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചേട്ടൻ ഉപയോഗിക്കാത്ത 2 വാക്കുകൾ പറയുകയാണ്. പപ്പുമോനെന്നും പിങ്കി മോളെന്നും വിളിക്കുന്നത് ലിറ്ററലി ശരിയായത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പ്രിയങ്കയുടെ ആദ്യത്തെ പ്രസംഗം, ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ നിശിതമായ വിമർശനം, കർഷകരെ ദ്രോഹിക്കാൻ ബില്ലുകൾ ഉണ്ടാക്കുന്നു, സമ്പന്നരെ മാത്രമാണ് ആ സർക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. ഒരു വിവരവും ഇല്ലാത്തൊരു പ്രസംഗം. രണ്ടാമത് എനിക്ക് തോന്നിയത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. തപസ്യ എന്ന് പറഞ്ഞാൽ ശരീരം ചൂട് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. 7 വയസ്സുള്ള ഒരു യുവാവ് 6-7 വയസ്സുള്ളൊരു യുവാവ് അതിരകാലത്തെ എണീറ്റ് 4 മണിക്ക് എണീറ്റ് തണുപ്പ് മാറ്റാൻ തപസ്യ ചെയ്യാനായിട്ട് കാട്ടിൽ പോയി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ദ്രോണാചാര്യർ ഏകലവ്യൻ്റെ വിരൽ മുറിച്ചെടുത്തു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. ഇത് കേട്ട് ഭരണപക്ഷ എംപിമാരൊക്കെ അലച്ച് ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഇത് കേട്ട് നിശബ്ദരായി കൈയടിക്കേണ്ട ഗതികേട്. വല്ലാത്തൊരു വിദൂഷക സഭയായി നമ്മുടെ ലോക്സഭ മാറിയോ? ഇല്ല, അത് ഈ ഭരണഘടന ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടത് തന്നെ ഇതുപോലത്തെ നോൺസെൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും ഭരണഘടനയുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഹിമാചൽ പ്രദേശിന് പകരം ഹരിയാന എന്ന് പറഞ്ഞു എന്ന് വെച്ചു. അപ്പോഴും അവർക്കൊരു പോയിൻ്റ് ഉണ്ടല്ലോ, കർഷകരെ ദ്രോഹിച്ചു. ഇതിന് ഭരണഘടനയുമായിട്ട് എന്താ ബന്ധം? ഹിമാചൽ പ്രദേശ് ഒരു പക്ഷേ അവരുടെ സ്ലിപ്പായിട്ട് ഞാൻ അംഗീകരിക്കാം. നമ്മളൊരു സിവിലൈസ്ഡ് ഡിബേറ്റിൽ രാഹുൽ ഗാന്ധി 6-7 വയസ്സുള്ള യുവാവ് എന്ന് പറഞ്ഞു, പിന്നെ അത് തിരുത്തി ബച്ചാന്ന്, ബാക്കിയുള്ളൊരു കളിയാക്കി കഴിഞ്ഞപ്പോൾ അത് തിരുത്തി. ഇതൊക്കെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് അത് അനുവദിച്ചു കൊടുക്കുക, അത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് മര്യാദയല്ല. ബട്ട് പ്രശ്നം ഈ ഭരണഘടന ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഭരണഘടന അല്ലാത്ത സാധനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. സാവർക്കറെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. സാവർക്കർ ഭരണഘടനയ്ക്ക് ഉത്തരവാദി അല്ല. സാവർക്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്നില്ല. സാവർക്കർ മനുസ്മൃതി ആക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, ഇനി ആക്കണമെന്ന് പറഞ്ഞു എന്ന് തന്നെ വെച്ചോ, അതിൽ ഭരണഘടന എന്ത് പഴച്ചു? മനുസ്മൃതി ആക്കണമെന്ന് സാവർക്കർ വാദിച്ചിരുന്നു. ശരീഅത്ത് നിയമം വേണമെന്ന് ജവഹർലാൽ നെഹ്റു വാദിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ ശരി, പക്ഷേ അങ്ങനെയല്ലല്ലോ ഭരണഘടന. ഇപ്പോൾ അതിൽ നമ്മുടെ മുന്നിലൊന്നുമില്ല. പിന്നെ ഭരണഘടനയെ നിങ്ങൾ കുറ്റം പറയാൻ എന്താ കാര്യം? അല്ലെങ്കിൽ ഭരണഘടന മോദി ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയാൻ എന്താ കുറ്റം? പിന്നെ മനുസ്മൃതി അനുസരിച്ച് രാജ്യം ഒരിക്കലും ആരും ഭരിച്ചിരുന്നില്ല. തിരുവിതാംകൂർ മുതൽ കാശ്മീർ വരെയുള്ള ഒരു നാട്ടുരാജ്യവും മനുസ്മൃതിയുടെ കീഴിലായിരുന്നില്ല. മനുസ്മൃതിയിൽ നിന്ന് ചില പ്രിൻസിപ്പിൾസൊക്കെ എടുത്തിരുന്നു. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ജീമൂതവാഹന സ്മൃതി, ദേവല സ്മൃതി, ഇതുപോലെ നിരവധി കോഡുകളൊന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഈ മനുസ്മൃതിയെ വിമർശിക്കുന്ന ആൾക്കാർ ആരും തന്നെ മനുസ്മൃതി വായിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മനുസ്മൃതിയെ ചൊല്ലി എന്തും പറയാം. ഈ സാവർക്കറും മനുസ്മൃതി ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്ന് തന്നെ വയ്ക്കുക. സാവർക്കർ വലിയ ആളൊന്നും ആയിരുന്നില്ലല്ലോ. പ്രധാനമന്ത്രി ആയിരുന്നില്ല, മുഖ്യമന്ത്രി ആയിരുന്നില്ല, ഒരു എം പി പോലും ആയിരുന്നില്ല. നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വന്നില്ല. നിങ്ങൾ അങ്ങേരുടെ മെക്കിട്ട് കയറിയതല്ല, അത് അങ്ങേര് നിങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടില്ല. പിന്നെ ഇതൊക്കെ അവിടെ ലോക്സഭയിൽ പറയേണ്ട കാര്യം എന്താ? സാർത്ഥകമായൊരു ചർച്ച എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യതിചലിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്. എൻ്റെ കയ്യിലിരിക്കുന്ന MV പൈലിയുടെ വ്യാഖ്യാനം അനുസരിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അത് തന്നെ അല്പം പഴയതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ 110 ഭേദഗതികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 115-16 ആയി കാണും. ഇത്രയും തവണ ഭേദഗതി ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പവിത്രമായൊരു ഡോക്യുമെൻ്റാണ് എന്ന് പറയുന്നത് തൊടാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മളുടെ സജി ചെറിയാൻ പറഞ്ഞില്ലേ, അതിനകത്ത് മതേതരത്വം, സോഷ്യലിസം, കുന്തംകുടച്ചക്രമൊക്കെ ഉണ്ട്. എനിക്കതിനോട് യോജിപ്പുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഒഫൻസാണോ, നാഷണൽ ഓണറിന് എഗൻസ്റ്റാണോ, മന്ത്രി പറയാവുന്നതാണോ, ആ കാര്യം മാറ്റി വയ്ക്കുക. അതിൻ്റെ ഒഫൻസും കുറ്റമാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് കോടതി തീരുമാനിക്കട്ടെ. ബട്ട് ഈ പറഞ്ഞത് ഇത് ഇത്ര നിസ്സാരമായിട്ടാണ് ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ 1976 ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണ്.
അതിനു മുമ്പ് ഈ കുന്തംകുളം ചക്രം ആർക്കും വേണ്ടായിരുന്നോ? അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, സർദാർ പട്ടേൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. ഇവർക്കാർക്കും വേണ്ടാത്ത 2 വാക്ക് 76 കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണമെന്ന് തോന്നാൻ കാര്യം എന്താ? ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷന് സംഭവിച്ച മാറ്റങ്ങൾ. ഇടയ്ക്കൊരു സംശയം ചോദിക്കട്ടെ, ഈ 76-ൽ ഇന്ദിരാഗാന്ധി എന്തിനായിരിക്കും ഈ 2 വാക്കുകൾ 42-ാം ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുത്തിയത്? ഒന്ന് സെക്യുലറിസം ഉൾപ്പെടുത്തിയത് RSSനെ തോൽപ്പിക്കാൻ, സോഷ്യലിസം ഉൾപ്പെടുത്തിയത് അവർ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് കാണിക്കാൻ. ഇത് നെഹ്റുവിനും ഉണ്ടായിരുന്നു ഈ സുക്കേട്. 76-ൽ മാത്രം 1962-ൽ ആവടി AICC സമ്മേളനം, അന്ന് ഇവർ പാസാക്കിയ പ്രമേയമാണ് സോഷ്യലിസം. കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ കളിയാക്കുമായിരുന്നു. ആവടി സോഷ്യലിസമാണ് അവരുടെ, തമിഴ്നാട്ടിലെ ആവടിയിൽ വെച്ച് AICC സമ്മേളനം. അന്ന് മുതലൊക്കെ നമ്മുടെ വയലാർ രവിയൊക്കെ വലിയ സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസ്റ്റ് മാത്രമല്ല, മൂത്ത് ഏകദേശം കമ്മ്യൂണിസ്റ്റായിട്ട് മാറി വയലാർ രവി. ഇപ്പം അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടാവും, തീരെ പ്രായമായി. വല്ലാത്ത അവസ്ഥയിലാണ്. പുന്നപ്പുറ വയലാർ വഞ്ചനയ്ക്കെതിരെ കരിദിനം ആചരിച്ചിരുന്നു കോൺഗ്രസ്സുകാരൊരിക്കൽ. വയലാർ രവിയുടെ അമ്മ ദേവകി കൃഷ്ണൻ അവരുടെ തെങ്ങിൽ ഒരു കരിങ്കുടി കെട്ടി റോഡ് സൈഡിൽ. ആ കരിങ്കുടി കമ്മ്യൂണിസ്റ്റുകാരെ അഴിച്ചു. ദേവകി കൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടറ കൊടിയുന്നു. അവരുടെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കീഴടങ്ങുകയും തിരിച്ച് ആ കൊടി തെങ്ങിൽ കെട്ടിയിട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ ചെയ്ത് ദേവകി കൃഷ്ണൻ്റെ മകൻ വയലാർ രവി കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ വലിയ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പറയാൻ തുടങ്ങി. ഒരുപക്ഷെ കേരളത്തിൽ മാർക്കറ്റ് അതിനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തുമായിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊന്നും തന്നെ ലോക്സഭയിൽ ചർച്ച ചെയ്ത് ഞാൻ കേട്ടില്ല. ചിലരൊക്കെ ഉയർത്തി, ഈ 42-ാം ഭരണഘടനാ ഭേദഗതി അത് ഇതൊക്കെ ഉയർത്തിയിരുന്നു, ബട്ട് ചർച്ചയായില്ല. കോൺഗ്രസ് അവരുടെ സ്ഥിരം സ്വഭാവം പോലെ അവർ പ്രസംഗിക്കും, അത് കഴിഞ്ഞ് ആര് പ്രസംഗിച്ചാലും അവർ കൂവും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. നിങ്ങളാരും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ഈ രാജകീയ ഭാവം അത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കത് വിടാൻ പറ്റില്ല. ഈ മാടമ്പി സ്വഭാവം, അഞ്ഞൂറാൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് പോവില്ല. അതിങ്ങനെ രക്തത്തിൽ അലിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെറുതെ 2 ദിവസം വേസ്റ്റായി എന്നുള്ളതല്ലാതെ. ഇനിയിപ്പോൾ രാജ്യസഭയിൽ ഇന്ന് നടക്കുകയാണ്. അതെ, നടക്കും. 13ഉം 14ഉമാണ് വെച്ചത്. അപ്പോൾ ഇന്നും ഇതുപോലെ ബഹളമൊക്കെ നടക്കും. ഇത് തന്നെ ഈ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബഹളം വെക്കാനുള്ള ഒരു വേദി മാത്രമായി ഇവർ മനഃപൂർവ്വം മാറ്റുകയാണോ? അതെ. അതുകൊണ്ട് എന്താ നേട്ടം? കാരണം ഇവർ ബഹളം വെച്ചാലും ബില്ലുകളൊക്കെ പാസ്സായി പോകുന്നുണ്ട്. നേട്ടത്തിൻ്റെ അല്ല, ബഹളം നേരത്തെ മുതലുള്ളതാണ്. ഈ NN പിള്ളയുടെ ഒരു നാടകം, അത് നാടകത്തിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല ഇപ്പോൾ. അതിൽ ഒരു വയസ്സായ കാർന്നൂരെടുത്ത് ഒരു MLA വന്ന് സംസാരിക്കുന്നുണ്ട്. കാർന്നൂർ അവൻ മുഖമടച്ച് മറുപടി കൊടുക്കുന്നു. അവസാനം അവൻ സംഗതി കുഴപ്പമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ MLA പറഞ്ഞു, ഞാൻ പൊക്കോട്ടെ, എനിക്ക് അസംബ്ലിയിൽ പോകാനുണ്ട്. അപ്പോൾ NN പിള്ളയാണ് കാർന്നൂർ. കാർന്നൂരുടെ ഭാര്യ ഓമന, NN പിള്ളയുടെ സഹോദരി, അവരാണ്. അവൻ എവിടെ പോകുന്നു പറഞ്ഞ്, അവൻ ചന്തയിൽ പോവുക എന്ന് മറുപടി. അപ്പോൾ അന്ന് 70s ഇറങ്ങിയ നാടകമാണ്. അന്ന് NN പിള്ള ഇതിനെ ചന്ത എന്നാണ് വിശേഷിപ്പിച്ചത്, കേരള അസംബ്ലി. അതിൻ്റെ ഒരു ബ്ലോ അപ്പ് രൂപമാണ് ലോക്സഭ. ബഹളമല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദ ഹോൾ കൾച്ചർ ഈസ് ഗോൺ. ആരും ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ല. എപ്പോഴും മുദ്രാവാക്യം വിളി. ആര് സംസാരിക്കുമ്പോഴും പുറകിൽ കുറച്ച് പേര് നിരന്തരം മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാം. അല്ല, ഇതിലൂടെയൊക്കെ ഈ അസംബ്ലി പാർലമെൻറ്റിൽ നടത്തുന്ന ഈ ഡ്രാമകൾ വഴി തൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് വലുതാവുന്നു എന്നാണോ രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നത്? അതേ, കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 54-ൽ നിന്ന് 99 സീറ്റ് കിട്ടിയതെന്ന് അദ്ദേഹം കരുതുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലേ ആ പാർട്ടിയിൽ? അല്ല, പക്ഷേ ഈ സീറ്റിൻ്റെ എണ്ണം വരുമ്പോൾ തോറ്റു പോവുകയല്ലേ. അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പാർട്ടിയിൽ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ എനിക്ക് 99 സീറ്റ് കിട്ടിയത്? ഞാൻ പാർലമെൻറ്റിൽ ബഹളം വെച്ചതുകൊണ്ടും കൂവിയതുകൊണ്ടും ഇടയ്ക്ക് ഉറങ്ങിയത് കൊണ്ടും. ഞാൻ ഉറങ്ങിയാലും എനിക്ക് വോട്ട് കിട്ടും, ഞാൻ എണീറ്റിരുന്നാലും എനിക്ക് വോട്ട് കിട്ടും. പ്രജാപതി എന്ത് ചെയ്താലും അതിന് സുഗന്ധമാണല്ലോ. അപ്പോൾ ഇതാണ് ആ മനുഷ്യന് താല്പര്യം. ഇത് മാത്രമല്ല, ആര് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത്? സുനിൽ എന്താ വിചാരിച്ചാൽ ആ മനുഷ്യൻ്റെ ധാർഷ്ട്യം അടുക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും.
രാഹുൽ ഗാന്ധിയെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മണിശങ്കർ അയ്യർ പറഞ്ഞു ഞാൻ ഒറ്റത്തവണയെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. മണിശങ്കർ അയ്യർ ഇന്നലെ പത്രത്തിൽ പറഞ്ഞു. 20 വർഷമായി സോണിയാഗാന്ധിയെ കണ്ടിട്ട് മണിശങ്കർ അയ്യർ. പ്രിയങ്ക ഗാന്ധിയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നടക്കുന്ന കാര്യമല്ല. അവർക്ക് അവരുടെ ഒരു കോട്ടേരിയുണ്ട്. കഷ്ടിച്ച് കേരളത്തിൽ നിന്ന് KC വേണുഗോപാലിന് ചെറിയൊരു എൻട്രി ഉണ്ട്. അത് KCക്കെങ്കിലും പറഞ്ഞുകൂടെ? ഇങ്ങനൊന്നും പോരാ, പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് KCയുടെ സ്ഥാനം പോയാലും എന്ത് ചെയ്യും? അത് പറഞ്ഞിട്ടുള്ള സീറ്റ് പോകുമല്ലേ? സ്വന്തം സർക്കാർ മൻമോഹൻ സിംഗ് ഇറക്കിയ ഓർഡിനൻസ് വലിച്ചു കയറി സ്വന്തം ആൾ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ കയറി ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അജയ് മാക്കനായിരുന്നു ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്നു. ഈ ഓർഡിനൻസിനെ ന്യായീകരിച്ചുള്ള പത്രസമ്മേളനം. രാഹുൽ ഗാന്ധി കയറി വരുന്നു, ആ കടലാസ് വാങ്ങിച്ചിട്ട് കീറിക്കളയുന്നു. എന്നിട്ട് അജയ് മാക്കൻ അക്ഷോഭ്യനായിട്ട് കോൺഗ്രസ്സിൽ തുടരുന്നു അടിമയായിട്ട്. കാരണം അജയ് മാക്കനെ അറിയാം ഇത് ചെയ്ത് ശരിയല്ല, അയ്യോ മോശമായി പോയില്ല എന്നോട് ഇത് ചെയ്ത് എന്ന് ചോദിച്ചാൽ പുറത്താക്കപ്പെടും. ഇപ്പോൾ KC വേണുഗോപാൽ എന്ത് ചെയ്യുന്നതാണ്? ഇവിടെ മേക്കപ്പ് ഇട്ട് പ്രത്യക്ഷപ്പെടുന്ന പോലെ അവിടെ പോയി ഭാവം കാണിക്കാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല, ഇവർക്ക് ഇറക്കും. അപ്പോൾ പാർലമെൻറ്റിൽ എന്തായാലും ഇത്തരം അസംബന്ധ നാടകങ്ങൾ ഇനി അടുത്ത 5 വർഷം ഉണ്ടാവും. 5 വർഷമല്ല, അതിനടുത്ത 5 വർഷവും ഇതേ നാടകം നടക്കും. രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയാവത്തില്ലെന്നാണോ TG പറയുന്നത്? അല്ല, അങ്ങനെ ആകുകയോ ആകാതിരിക്കുകയോ, ബട്ട് പാർലമെൻറ്റിലെ ബഹളം നിരന്തരം നടന്നുകൊണ്ടിരിക്കും. അതൊരു സ്വഭാവമായിട്ട് പാർലമെൻറ്റ് മാത്രമല്ല എല്ലാ അസംബ്ലികളും ഒക്കെ. പാർലമെൻറ്റ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ എന്നെ പ്രധാനമന്ത്രിയാക്കണം. അല്ല, അതാണോ? അത് ഒരു പോയിൻ്റാണ്. ഞാൻ പ്രധാനമന്ത്രിയാവാതെ ഈ പാർലമെൻറ്റ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. കൊച്ചു പിള്ളേരൊക്കെ പറയുള്ളൂ എന്നെ ചേർക്കാതെ കളിയില്ല, ഞാൻ ജയിച്ചു, ഇങ്ങനെ നിങ്ങൾ എനിക്ക് തരുന്നില്ല ജയിച്ചിട്ടും. അല്ല, അദ്ദേഹം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ആരൊക്കെയോ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചിട്ടാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാ ജയിക്കേണ്ടത്. അതിപ്പോൾ ഒമർ അബ്ദുള്ള പറഞ്ഞു 100 കിട്ടിയപ്പോൾ നിങ്ങൾ വലിയ ആഘോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് തോക്കുമ്പോൾ EVM കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ പരിപാടി കൊള്ളില്ല എന്ന് ഘടകകക്ഷി മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ചിദംബരം പറഞ്ഞിട്ടുണ്ട് ഈ നോൺസെൻസ് നിർത്തണമെന്ന്. മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മോശമാണ്, ബോധമില്ലാത്തവരുടെ പ്രവൃത്തിയാണ്. ഏതായാലും നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.